മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. ഈ കാലഘട്ടം വരെ കുരിശിന്റെ പിറകെ, ക്രൂശിന്റെ പിന്നാലെ, ദിവ്യ കരുണയുടെ പിന്നാലെ നമ്മൾ അനുയാത്ര ചെയ്യുകയായിരുന്നു. എത്രയോ വലിയ സ്നേഹത്തിന്റെ അനുസ്മരണങ്ങളാണ് ഓരോ ജീവിതങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ അനുഭവവേദ്യമായത്. ഇന്ന് ഈശോ നമ്മുടെ അടുത്ത് വന്ന് സ്വകാര്യമായിട്ട് എൻ്റെ ചെവികളിൽ കർത്താവ് പറയുന്ന സ്വരം, നമ്മുടെ ചെവികളിൽ കർത്താവ് പറയുന്ന സ്വരം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സത്യമതല്ലേ? കുരിശിലും ക്രൂശിതനിലും ദിവ്യ കരുണയിലും കണ്ടതല്ലേ? അവസാനം വരെ സ്നേഹിക്കുന്ന ഒരു ഈശോ. സ്നേഹത്തോളം ശക്തമായി മറ്റൊന്ന് ഈ ലോകത്തിലില്ല. കാരണം സ്നേഹം ദൈവമാണ്. ദൈവത്തിന്റെ ശക്തി സ്നേഹമാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേദനിക്കാൻ തുടങ്ങുക എന്നാണ് അർത്ഥം. വേദന ആത്മാവിന് സൗഖ്യവും സമാധാനവും പകരുന്ന മെഡിസിനാണ്, മരുന്നാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതി. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. കാരണം സൗന്ദര്യത്തിന്റെ ഉറവിടം ദൈവമാണ്, സമ്പത്തിന്റെ ഉറവിടം ദൈവമാണ്. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. വീരോചിതമായി സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. സ്നേഹത്തിൽ മക്കളെ നമുക്ക് വളരാം. സ്നേഹത്തിൽ നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാം. സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് സ്നേഹരാജാവായ യേശുവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.